പിന്നെ അത് സലിം കുമാറിന്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സലിം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിലുണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. അവിടെ ക്യാമറയും തൂക്കിപ്പിടിച്ചു വന്ന് തിക്കും തിരക്കും കൂട്ടിയ ഓൺലൈൻ മീഡിയക്കാർക്കെതിരെ സലീം കുമാറിന്റെ മകൻ ചന്തു പ്രതികരിച്ചിരുന്നു. തനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നുവെന്നാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ പറയുന്നത്. സുകുവേട്ടൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി എടുക്കാറായപ്പോൾ ഇപ്പോൾ എടുക്കലേ, കുറച്ചുകൂടി സമയം അദ്ദേഹത്തെ കാണാമല്ലോ എന്ന് കരുതി പ്രാർത്ഥനയോടെ ഇരുന്ന അവസ്ഥയായിരുന്നു തങ്ങൾക്ക്. സലീം കുമാറിന്റെ കുടുംബവും അങ്ങനെയൊരു മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ ആ മകന് അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? കുറച്ച് കണ്ടന്റും കാശും ഉണ്ടാക്കാൻ വേണ്ടി 10 പേരെ കാണിക്കാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? വിദ്യാഭ്യാസവും വകതിരിവും മര്യാദയും ഇല്ലാത്ത ഫോണും പിടിച്ചു നടക്കുന്ന ഈ സോഷ്യൽ മീഡിയക്കാർ കുറച്ചുകൂടി ബോധത്തോടെ പെരുമാറണം. അതുപോലെ മൃതദേഹം കാണാനെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് വലിയ ബഹുമാനം തോന്നിയെന്ന് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. സലീം കുമാറിന്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വെച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വി.ഡി. സതീശനെ ഷാളണിയിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം അത് തട്ടിമാറ്റി. ഇത്തരം സന്ദർഭങ്ങളിൽ പോലും വിവരമില്ലാതെ പെരുമാറുന്ന ഇങ്ങനെയുള്ളവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കരുതെന്നാണ് മല്ലിക പറയുന്നത്. സിനിമാക്കാരുടെ കാര്യമാണെങ്കിൽ ചിലരൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. തൊട്ടടുത്ത് സലീമിന്റെ ഭാര്യയും മക്കളും ഇരിക്കുന്നത് പോലും അവർ ശ്രദ്ധിക്കാറില്ല. മനുഷ്യർക്ക് വിവരമില്ലാതായി പോയാൽ ഇതാണ് അവസ്ഥ. 30 വർഷം മുമ്പ് സുകുവേട്ടൻ മരിക്കുമ്പോൾ 10ാം ക്ലാസ്സുകാരനായിരുന്ന പൃഥ്വിരാജ് ചോദിച്ച കാര്യവും മല്ലിക ചേച്ചി ഓർക്കുന്നുണ്ട്. എന്തിനാണമ്മേ ഇവരെയെല്ലാം ഇവിടേക്ക് കയറ്റുന്നത്? അന്നത്തെ ആ കുട്ടിക്കുണ്ടായിരുന്ന വകതിരിവ് പോലും ഇന്നത്തെ പലർക്കുമില്ല. അവർ മരിക്കുന്നവരെ കാണാനല്ല വരുന്നത്, മറിച്ച് അവിടെ എത്തുന്ന താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാനാണ് വരുന്നത്. മരണം പോലുള്ള സമയങ്ങളിലെങ്കിലും മാധ്യമങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്ന നിയമം വരണമെന്നാണ് മല്ലിക പറയുന്നത്. ഇവരുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.